നോക്കടാ വിഷ്വൽ ബ്യൂട്ടി അല്ലേ. നീയൊക്കെ വൈപ്പിരി കിടന്ന് എന്താ കാണുന്നത്? മണ്ട പോയ തെങ്ങ. സമയം 5 മണിയായിട്ടും ബ്ലോക്ക് ഒരു കുറവില്ല കേട്ടോ. ഇപ്പോഴും ബ്ലോക്ക് തന്നെയാ. വാഗമണ്ണിന്ന് ഫുള്ള് ബ്ലോക്കാ. എല്ലാ ആൾക്കാരും ഓണം കഴിഞ്ഞിപ്പോ വാഗമണിലേക്ക് വന്നേക്കുന്നത് എൻജോയ്മെന്റിന് വേണ്ടിട്ട്. ഞങ്ങൾക്ക് തന്നെ ഒരു 1.5 മണിക്കൂറിന്റെ ബ്ലോക്കും കിട്ടി. പോസ്റ്റ് ആയിട്ട് ഇരിക്കുവായിരുന്നു. അതാണ് എല്ലാത്തിനും ഒരു ഡിലേ വന്നത്. 500 രൂപ പെട്രോള് ബ്ലോക്കിൽ ഇരുന്ന് മാത്രം പോയി. അതെ അതെ, പാൻ ഫോറസ്റ്റ് ഇരുന്നിരുന്ന് ബ്ലോക്ക് കിട്ടി. നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി. അപ്പൊ ഒരു ചായ കുടിക്കാൻ, ഒരു ബജ്ജി കഴിക്കാനൊക്കെ വിചാരിച്ചു. ഇപ്പൊ ഒരു കിടലല്ല, ഒരു നല്ല കട കണ്ടു വെച്ചിട്ടുണ്ട്. അവിടെ പോയി ബജ്ജി കഴിക്കാം, ചായ കുടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങോട്ട് പോണ്. വേദാന്ത കട. നല്ല ചൂടൻ പഴംപൊരിയില്ലേ? അല്ല, പഴംപൊരിയില് മുളകുബജിയിലെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ക്യാമറയിൽ നോക്കാണ്ട് കഴിക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ചൂടത്ത് കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ്. നല്ല തണുപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കഴിക്കാം. ഗൈസ്, അവസാനം ഞങ്ങള് നഷ്ടപ്പെട്ടവരെ കണ്ടെത്തി. നഷ്ടപ്പെട്ട ഓരോരുത്തരായിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട്. എടാ, എവിടെയായിരുന്നു നിങ്ങള്? ബ്ലോക്ക് വേണ്ടി തിരിച്ചു വരാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ വണ്ടിയുടെ അവിടെ പോയി. എവിടെയായിരുന്നുടാ നിങ്ങള്? ഭക്ഷണം കഴിക്കാൻ പോലും വിളിച്ചില്ല. എടാ ബിബി, എവിടെ പോടാ? വാഗമൺ എല്ലാ സ്ഥലം കണ്ടു. എടാ മലെ, നീ എവിടെയാ? ഏത് എങ്ങടൊക്കെ? നീ ഇറങ്ങിയത് എവിടെയാണടാ? അങ്ങനെ നഷ്ടപ്പെട്ട എല്ലാവരും കണ്ടെത്തി. ഇപ്പൊ 8 പേരായിരുന്നു. വന്ന പോലെ തന്നെ 8 പേരും വന്നു. അപ്പൊ നമ്മള് അടുത്ത പ്ലേസിലോട്ട് പോവാണ്. വാഗമണിലെ ഇൻഫിനിറ്റി പൂൾ എന്ന് പറയും. അപ്പൊ ഞാൻ ചായ ഒക്കെ കുടിച്ച് ഇൻഫിനിറ്റി പൂളിലോട്ട് കുളിക്കാനായിട്ടുള്ള പോക്കുണ്ടാവും. റെഡിയല്ലേ അമ്പി? വൈകുന്നേരത്തെ കുളിക്കായിട്ട് ഞങ്ങള് ഇൻഫിനിറ്റി പൂളിലാണ് കുളിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. ഇൻഫിനിറ്റി പൂളില് ആരും നിക്കറും ട്രൗസറും ഒന്നും എടുത്തിട്ടില്ലാന്ന് കേട്ടെ. നല്ല തണുപ്പാണ്, പക്ഷെ നേരം കുളി വേറെ വൈബ് തന്നെയാവാ. കുളി വേറെ വൈബാണ്. അപ്പൊ വാഗമൺ ഇൻഫിനിറ്റി പൂളിലേക്ക് പോകാനായിട്ട് ഞങ്ങള് ഡ്രസ്സും സാമഗ്രികളൊക്കെ എടുക്കാണ്. ബിബിയുടെ മുണ്ടും ഷഡ്ഡിയൊക്കെ എടുക്കണ്ട്. ബിബി അബി കോസ്റ്റ്യൂം എടുക്കണല്ലേ? അമ്മല നീ മാറിയിടാവുന്ന എടുക്കണല്ലേ? അപ്പൊ സുക്കൂറിന്റെ നിക്കറില്ല. അപ്പൊ ഞങ്ങൾ നിക്കർ വാങ്ങിയാൽ മതി. അപ്പൊ പൂളിലിറങ്ങാൻ വേണ്ടിട്ട് സുക്കൂർ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് കടയിൽ വന്നേക്കാ. സുക്കൂറിന് ഇടാൻ മാത്രം ഡ്രസ്സ് ഇല്ലായിരുന്നു. അപ്പൊ അവൻ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് കടയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാണ്ടോ. അപ്പൊ നമ്മള് വാഗമണിലെ ഇൻഫിനിറ്റി പൂളിലെത്തി. ആ മല ഉണ്ടോ? ആ മല ചാടി അതിന്റെ അപ്പുറത്താണ് പൂളുള്ളത്. അപ്പൊ അതും കടന്ന് 1.5 കിലോമീറ്റർ നടന്നു വേണം പൂളിലെത്താൻ. അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞേ. വന്നൂരും പോണവരൊക്കെ കുറെ നടക്കാനുണ്ട്, പക്ഷെ ആ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അടിപൊളി പ്ലേസ് ആണ്, നല്ല വൈബായിരിക്കുന്നത്. പിള്ളേരുകളൊക്കെ പോവാണ്. അപ്പൊ നമുക്കും പോവാം. കമോൺ. അപ്പൊ ആ മല ഉണ്ടോ? നമ്മൾ ആ മലയുടെ താഴത്തുനിന്ന് താഴേക്ക് പോയിട്ട് പിന്നെ മുകളിലേക്ക് കയറണം. ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. കിടിലൻ വ്യൂ ആണ്. നല്ല മഴയും വരുന്നുണ്ട്, നല്ല കോടയും ഉണ്ട്. അല്ലെ? റെഡി എല്ലാവരും? ഉഷാറല്ലേ? ഇച്ചിരി സാഹസികം പറഞ്ഞ ട്രക്കിംഗ് ആയിരിക്കും. അപ്പൊ കമണ്ടാ പോവാ എല്ലാരും. ഓണായിട്ട് വാ. പയ്യിറങ്ങിയാ കേട്ടോ, പയ്യിറങ്ങിയാ നീ. അഭി ഫോൺ ഹലോ ഗൈസ്, അപ്പൊ നമ്മള് വാഗമണിലെ ഇൻഫിനിറ്റി പൂളിലെത്തി. അടിപൊളി പ്ലേസ് ആണ്. വെള്ളമൊക്കെ നീല കളർ പോലെ ഇരിക്കണേ. നല്ല കിടിലൻ സ്പോട്ട്, ഒന്നും പറയാനില്ല. ആ വെള്ളമൊക്കെ നോക്കി
ഇവിടെയൊക്കെ കുളിക്കാന്ന് പറഞ്ഞാൽ സ്വർഗം പോലെയാണ് കുളിക്കുന്നത്. നല്ല തണുത്ത കാറ്റും ചുറ്റും മലയും വൈബും എന്ന് പറഞ്ഞ കിടിലം വൈബ്. എല്ലാ പിള്ളേരും ഉണ്ട്. അതെ, കുറച്ചു പേർക്ക് മാത്രം കുളിക്കാൻ മടി, നനയൂന്നുള്ള മടി. അതുകൊണ്ട് കുറച്ചുപേര് കുളിക്കുന്നില്ല. പക്ഷെ അടിപൊളിയാട്ടോ സ്പോട്ട് എന്ന് പറഞ്ഞ കിടില സ്പോട്ട്. വൈബ് വേറെ വൈബ്. ഇവിടെയൊക്കെ വന്ന് ഇരിക്കണേന്റെ ആംബിയൻസ് തന്നെ വേറൊരു മൂഡ് ആംബിയൻസ് ആട്ടോ. കുറച്ചുപേര് ഇരുന്ന് ആസ്വദിക്കും, കുറച്ചുപേര് കുളിച്ച് ആസ്വദിക്കും. അപ്പൊ നമ്മള് സാഹസികം നിറഞ്ഞ വെള്ളത്തിൽ കൂടെ യാത്രയാണ്. നമുക്ക് അങ്ങോട്ട് പോകണം, അറ്റത്തോട്ട് പോകണം. നല്ല നല്ല തെന്നലുണ്ടോ, നല്ല രീതിയിൽ തെന്നുണ്ട്. അപ്പൊ എല്ലാരും സേഫായിട്ട് കേട്ടോ. പാടാ അഭിയാട്ടോ നമുക്ക് കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്തല്ലേ. അഭിയും ഒരു സാഹസികം നിറഞ്ഞ യാത്രയിലൂടെയൊക്കെയാണ്. ഭയങ്കര തെന്നലാണേ, നല്ല രീതിയിൽ തെന്നലും ഇതൊക്കെയാണ്. അതുകൊണ്ട് ഭയങ്കര ശ്രദ്ധിച്ച് വേണം പോവാൻ, അല്ലെങ്കിൽ പിന്നെ താഴെ കിടക്കും. ഭയങ്കര റിസ്കി പ്ലേസസാ. അതുപോലെ നല്ല രീതിയിൽ അട്ടയുണ്ട് കേട്ടോ അവിടെയൊക്കെ. എന്റെ കാലിനൊക്കെ ഒരുപാട് കടിച്ചു. നല്ല അട്ടയുണ്ട്. അപ്പൊ നമ്മള് ഇൻഫിനിറ്റി പൂളിൽ മെയിൻ പ്ലേസിൽ വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല, കിടിലം പ്ലേസ്, സ്വർഗം പോലെ. ഇത്രയും റിച്ച് ആയിട്ട് ഞാൻ ഇതുവരെ കുളിച്ചിട്ടില്ല. അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടുത്തെ ആംബിയൻസും ഇവിടെയുള്ള എല്ലാം. ചുറ്റും മലയും നല്ല കിടിലം കാറ്റും ഫോഗി അറ്റ്മോസ്ഫിയറും. ഒരു രക്ഷയില്ല, വാക്കുകളില്ല പറയാനായിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇത് കണ്ടിട്ട് ചെറുതായിട്ട് പേടി വന്നുണ്ട്. തീർച്ചയായിട്ടും എക്സൈറ്റഡ് ആണോ കുളിക്കാനായിട്ട്? കുളിക്കാൻ എക്സൈറ്റഡ് ആണ്, പക്ഷെ പേടി വിഷയമാണ്. കണ്ടിട്ട് ചെറിയ പേടി ഉണ്ട്, ഇച്ചിരി റിസ്ക് ഉണ്ട്. റിസ്ക് എലമെന്റ് കൂടാണ്. സേഫ് ആയിട്ട് നമ്മൾ കുളിക്കണം. നോക്കാം നമുക്ക്. ആംബിയൻസ് ഒരു രക്ഷയില്ലല്ലേ, ഒരു രക്ഷയില്ല. ഇത്രയും റിച്ച് ആയിട്ട് നമ്മൾ ഒരിക്കലും കുളിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ട് പൈസ കൊടുത്താൽ പോലും പൈസ കൊടുത്ത് കുളിക്കാൻ പോയാലും ഡയലോഗ് അടിക്കുന്നതല്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. പൈസ കൊടുത്ത് കുടിച്ചാൽ ഇത്ര ഫീലിങ്സ് കിട്ടുമെന്ന് എനിക്ക് തോന്നണം. പൈസ കൊടുത്ത് എത്ര വലിയ സോപ്പ് വാങ്ങിച്ചു കുളിച്ചാലും എത്ര വലിയ ഷവറിന്റെ അടി കുളിച്ചാലും ഈ ഒരു ഫീല് ഒരിക്കലും കിട്ടാൻ പോലുള്ള. അതെ, ഡ്രോയിങ് പറഞ്ഞ ശരിയായിരുന്നു. ഡ്രോയിങ് പറഞ്ഞ ശരിയാണ്. അപ്പൊ നമുക്കിവിടെ കുറച്ച് ഫ്രണ്ട്സിനെ വീട്ടിലുണ്ട്. ഉമ്മാരിവിടെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉമ്മാരുടെ എക്സ്പീരിയൻസും അഭിപ്രായമൊക്കെ ചോദിക്കാം. എടാ, എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്ലേസ് ഒക്കെ? കിട്ടില്ല നാണം വേണ്ട, പറഞ്ഞോ ചിന്നാലും പറഞ്ഞോ, തിരിഞ്ഞാലും പറഞ്ഞോ. അടിപൊളിയാട്ടോ, അടിപൊളിയാണ്. എങ്ങനെയാ, ഡേഞ്ചറാണോ, സീനുണ്ടോ? സീനൊന്നും ഇല്ലാന്ന് പിന്നെ പറയുന്നത്, സെറ്റപ്പ് പ്ലേസ് ആണെന്ന് തന്നെ പറയുന്നത്. അപ്പൊ ഞങ്ങൾ പോയി കുളിച്ചിട്ട് വരാട്ടോ. കുളിക്കണ വീഡിയോ അഭിവാർത്തികളും. ബൈ. അപ്പൊ നല്ല രീതിയിൽ ഇരുട്ടായി. ഞങ്ങൾ കുളി കഴിഞ്ഞു. ഐസ് വെള്ളത്തിൽ കുളിക്കണ പോലെ, അത്രയ്ക്ക് തണുപ്പായിരുന്നു പോലെ. സത്യം നമ്മൾ പൈസ കൊടുത്ത സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചാലും അത് വലിയ വലിയ സ്റ്റാർ ഹോട്ടലിൽ കുളിച്ചാലും ഇത്ര ഫീലിംഗ് കിട്ടില്ല. അതെന്ന് പറഞ്ഞാൽ അതുമാതിരി 4 മലയുടെ ഉള്ളില് ഒരു വെള്ളച്ചാട്ടം, ഒരു ഇൻഫിനിറ്റി പൂൾ എന്ന് പറയാൻ നോക്കി. ഐസ് വെള്ളത്തിൽ കുളിക്കണ ഫീല് എന്റെ പൊന്നോ, കിടിലൻ. ഒരു രക്ഷയില്ല. ഇരുട്ടായി, നല്ല രീതിയിൽ ഇരുട്ടായി. ഞങ്ങൾക്ക് പോകണം. തിരിച്ചാ മല മൊത്തം കയറിയാലേ നമുക്ക് വണ്ടി എടുത്ത് എത്താൻ പറ്റുള്ളൂ. കാണിച്ചു കൊടുത്താൽ മല കാണിച്ചു കൊടുത്താൽ ആ മല മൊത്തം കയറണം, എന്നാലേ വണ്ടി എടുത്ത് എത്താൻ പറ്റുള്ളൂ. ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അടുത്ത് നടക്കേണ്ടി വരും എങ്ങനെ പോയാലും. അപ്പൊ കാര്യം സമയം കളയാണ്ട് മുകളിലേക്ക് നടക്കട്ടെ. മുകളിൽ ചെന്നിട്ട് കാണാൻ ബാക്കി വിശേഷങ്ങൾ. അപ്പൊ ബൈ 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 ബൈ. ഹലോ, അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇന്നലെ ആയിരുന്നു ട്രിപ്പ് പോയത്. അപ്പൊ ഇന്നലെ ക്ഷീണത്തിന്റെ ഭാഗമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ട്രിപ്പ് അടിപൊളിയായിരുന്നു. വാഗമൺ, പൈൻ ഫോറസ്റ്റ്, പിന്നെ ഇൻഫിനിറ്റി പൂള്, പിന്നെ ഉളുപ്പുണ്ണിമല, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. അതിൽ ഏറ്റവും ടോപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറയുന്നത് ലാസ്റ്റ് പോയ ഇൻഫിനിറ്റി പൂളാണ്. ഒരു രക്ഷയില്ല, സ്വർഗം പോലെയാണ് അവിടുത്തെ പ്ലേസസ് കിടക്കുന്നത്. അങ്ങനെ അടിച്ചു പൊളിച്ചു. അപ്പൊ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത വീഡിയോയില് അടുത്ത ട്രിപ്പ് വീഡിയോ ആയിട്ട് അടുത്ത തമാശകളായിട്ട് വീണ്ടും വരാം. ബൈ.